കർഷകരുടെ ആശങ്കയാണ് ഇനി പങ്കുവയ്ക്കാൻ പോകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഏകീകൃത കർഷക ID രജിസ്ട്രേഷനായ അഗ്രി സ്റ്റാക്ക് ഇല്ലാത്തതിന്റെ പേരിൽ കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയായ ഫസൽ ഭീമ യോജനയുടെ ആനുകൂല്യം നിഷേധിക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് കുട്ടനാട്ടിലെ നെൽ കർഷകർ. മഴയും പ്രളയവും കുട്ടനാട്ടിൽ വ്യാപക കൃഷിനാശത്തിനിടയാക്കിയതാണ് കർഷകരുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്നത്. കഴിഞ്ഞ മാസം 31 വരെയാണ് പദ്ധതിയിൽ ചേരാനുണ്ടായിരുന്ന സമയപരിധിയെങ്കിലും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്രം ഇതിനുള്ള ഉപാധികളിൽ മാറ്റം വരുത്തിയതിനാൽ പാട്ടകൃഷിക്കാരുൾപ്പെടെ വലിയൊരു ശതമാനം കർഷകർക്ക് പദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞിരുന്നില്ല. രജിസ്ട്രേഷനോ പ്രീമിയം കൊടുക്കാനോ കർഷകർക്ക് കഴിയാതിരിക്കെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കനത്ത മഴയും മടവീഴ്ചയും കുട്ടനാട്ടിലുണ്ടായത്. കേന്ദ്ര സർക്കാരിൻ്റെ അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് മാത്രമാണ് കർഷക ID ഉള്ളത്. ആധാറും ഭൂമിയുടെ രേഖകളും ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി. മുൻ വർഷങ്ങളിൽ ID രജിസ്ട്രേഷൻ നിർബന്ധമല്ലായിരുന്നു. ജില്ലയിൽ 2.5 ലക്ഷത്തോളം കർഷകരാണ് അഗ്രി സ്റ്റാക്കിന് അപേക്ഷ നൽകിയത്. ഇതിൽ 40% കർഷകർക്ക് ID ലഭിച്ചിട്ടുള്ളൂ. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു രജിസ്ട്രേഷനെങ്കിലും പിന്നീട് കർഷകർക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയോ രജിസ്ട്രേഷന് അവസരമുണ്ടായിരുന്നു. എന്നാൽ കീപാഡ് ഫോണുകൾ ഉപയോഗിക്കുന്ന കർഷകരിൽ പലർക്കും സമയപരിധിക്കുള്ളിൽ പദ്ധതിയിൽ ചേരാനായില്ല. ഇതാണ് വെള്ളമുയർന്ന ജീവിതം വഴിമുട്ടിയതിന് പിന്നാലെ കർഷകരെ കൂടുതൽ ദുരിതത്തിലാക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ.